അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൃഷിക്കും ചെടികൾക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരു വളമാണ്. വളം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ ഗോമൂത്രം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര പാടാണ് കേട്ടോ. ഇവിടെ അടുത്തെങ്ങും പശുക്കളോടോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ചീര, ചില ചെടികൾക്ക് പച്ചക്കറികൾക്കൊക്കെ എന്ന് വെച്ചാൽ ഗോമൂത്രം നമുക്ക് നല്ലതാണ് വളമായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് പച്ചക്കറിക്കും ചെടികൾക്കും എല്ലാം നല്ലതാണ്. ഞാൻ എൻ്റെ ഒരു ചെടി മുഴുവൻ പോയതായിരുന്നു കേട്ടോ, മൊത്തം പോയതായിരുന്നു. ഈ ഒരു വളം ചെയ്താണ് നല്ലപോലെ പൂക്കുകയും ചെയ്യും ചെടിയെ. ചെടി തന്നെയല്ല, പച്ചക്കറി ആണെങ്കിലും നല്ലപോലെ വിളവെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അപ്പം എനിക്ക് പോയ കുറേ അത് ഒഴിച്ചതിന് ശേഷമാണ് ഒന്ന് നേരെയായി വന്നത്. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. ഇത് ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി, അല്ലാതെ ദിവസം ചെയ്യേണ്ട. നമ്മൾ വീട്ടിലുള്ള സാധനമാണ്, അതെന്നാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. ഇന്ന് രാവിലെ തന്നെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിക്കോണേ. ചെടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ചെടി മാറ്റിവെക്കലുള്ളതാണ്. സഹായത്തിന് അച്ചുണ്ട്, പിന്നെ കണ്ണനുണ്ട്. ഞങ്ങളെൻ്റെ അവിടെ ഇരുന്ന് ചെടി എടുത്താണ് ഇങ്ങോട്ട് വെച്ചത്. ഇനി നമുക്ക് അതിൻ്റെ ഈ കട്ട ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയടാ, ഒരു ശകലം അങ്ങോട്ട് നീക്കിയാൽ മതി ആ കട്ട ഇച്ചിരി. മതി മതി. പിന്നെ അതേലോട്ടെടുത്ത് ഈ തുളസി അങ്ങ് വെക്ക്. പതിയെ എൻ്റെ ദൈവമേ ചെടിച്ചട്ടി പൊട്ടിപ്പോയല്ലോ. അതിൻ്റെ ഇപ്പുറത്ത് ആ കട്ട ഇരുന്നില്ല, അങ്ങോട്ട് ഇതിൽ നിന്നൊരു കട്ട എടുത്ത് വെച്ച് അതേലോട്ട്. ഇവിടെ വെള്ളപ്പൂ നിൽക്കുന്നേ. ആ മൊസാണ്ട രണ്ടുപേരും കൂടെ പിടിക്കേ. ചെടിച്ചട്ടിക്കാര് താഴോട്ട് പൊട്ടി ശരിയാക്ക്. രണ്ടുപേരും കൂടെ പിടിക്കാൻ പറഞ്ഞേനെ. പതിയെ വെക്കടാ, പൊട്ടിപ്പോയല്ലേ. കണ്ട മൊസാണ്ടയൊക്കെ വാടി നിൽക്കുന്നുണ്ട്, ഒരു ഉഷാറില്ലാത്ത പോലെ നിൽക്കുന്നു. അതൊന്ന് തിരിച്ചു വെച്ചേടാ. ഈ പൂ രണ്ടും ഇപ്പുറത്തോട്ട് വരുന്ന രീതി. അങ്ങനല്ല, തിരിക്കണ്ട. അപ്പോൾ ഒട്ടും പൂ ഇങ്ങോട്ട് വരും. എടാ തിരിച്ച് നീ നിൽക്കുന്ന സൈഡ് ബാക്കി വാ. ഇച്ചിരി കൂടെ ഇങ്ങോട്ട് നിൽക്കാറ്. ഇച്ചിരി കൂടെ നിൽക്കാതെ, ഇച്ചിരി കൂടെ. പിന്നെ ഇതേലോട്ട് ഇതിൻ്റെ വയലറ്റ് കളർ ചെടിയുണ്ടോ, വയലറ്റ് പൂവുള്ളേ അത്. അതൊക്കെ ചെറിയ ചെടിച്ചട്ടിയാ. അവിടെ എല്ലാം ഇടാതെ, അതേലെ പൂ പൊഴിഞ്ഞത്. എനിക്ക് അതിനകത്ത് ഈ ഇടയ്ക്ക് കാട് കുറച്ച് വൃത്തിയാക്കി. ഇനിയുണ്ട് സംഭവമുണ്ട്. ആ മുളച്ചെടി രണ്ടുപേരും കൂടെ സൂക്ഷിച്ച് പിടിക്കണം. ആ ചെടിച്ചട്ടി പൊട്ടിയതാണ്. ഇവരപ്പനും മോനും കൂടെയാണ് അത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതറിഞ്ഞ് കയറിയിട്ട് വെച്ചേക്കാം. ഞാൻ പറഞ്ഞ എനിക്ക് ഇച്ചിരി സമയം തന്നെ ശരിയാക്കാമെന്ന് കേട്ടില്ല. അത് വേണ്ട, ഇവിടെ കൊണ്ടുവെക്കണം, ഇതിൻ്റെ ഇടയ്ക്കോട്ട്. അല്ല, അവിടെ നിന്ന് എല്ലാം കൂടി ഇങ്ങോട്ട് മാറ്റട്ടോ, ഒന്ന് ഒതുക്കാൻ. എടാ അല്ലടാ, വണ്ടി കയറി ഒന്നാ ചെടിച്ചട്ടി പൊട്ടി. വേണ്ട, അത് ഇങ്ങോട്ടങ്ങ് വെച്ചാൽ മതി. അച്ഛൻ വേറെ ആരുമല്ല, നിന്റെ അപ്പൻ തന്നെയാണ് കയറ്റിയത്. വേണ്ട, അത് ഇങ്ങോട്ടങ്ങ് മാറ്റി വെച്ചാൽ അത് ഇച്ചിരി വലുതായിട്ട് ഇച്ചിരി വെള്ളമൊക്കെ വീണ് സെറ്റ്. ഇല്ലടാ, ഒന്ന് ഒതുക്കി എല്ലാം കൂടി ഇങ്ങോട്ടും സെറ്റാക്കി. ഒന്ന് പതിയെ പിടിച്ചാൽ മതി രണ്ടുപേരും കൂടെ. അവൻ തന്നെ പിടിച്ചാൽ ശരിയാകില്ല. പുടി മടിച്ചി, പതിയെ ഒന്ന് പിടിച്ചു നോക്കി. എടാ വലിച്ചു ഇളക്കാതെ. തായിട്ട് പൊട്ടിക്കല്ലേ, നീക്കി വെച്ചേര്. പതിയെ അവിടെ ലോക്കട്ടെ, ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതങ്ങനെ നിൽക്കുക. അയ്യോ, അവൻ്റെ ആ തിരിച്ചു വെക്കടാ, അതൊരുമാതിരി ചൊറി പിടിച്ച മാതിരി ഇരിക്കുന്ന ആ ചട്ടി കണ്ടിട്ട്. അപ്പനും മോനും കൂടെ സിമെന്റ് തെച്ച് വെച്ചേക്കാൻ നോക്കി. ആ ചട്ടി പോലും വെറുത്ത് പോയി കാണും അതിന്. അത് കുഴപ്പമില്ല, അവിടെ ഭംഗി ആയിക്കോളും. അതിൻ്റെ ഇലയൊക്കെ കുറെ വെട്ടിക്കളയുമ്പോഴത്തേക്ക് അവിടെ ഭംഗി ആയിക്കോളും. ഇനിയുണ്ട് പരിപാടി. ഇടയ്ക്കൊക്കെ ഒരു മാറ്റം വരണ്ടേടാ. ഇപ്പോൾ ഒരു രസമുണ്ട്. അതിനി വേണേൽ അവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമായിരുന്നു അല്ലേ. വേറെ ഒട്ടെങ്കിലും വെക്കാം. എന്നാൽ വെക്കണ്ട, നിൽക്കാൻ വേറെ പരിപാടി നിൽക്കാൻ അവിടെ പറയാം. ഞാൻ പിന്നെ മലയാളത്തിലല്ലായിരുന്നു ഇത്ര നേരം പറഞ്ഞത്, അത് പൊടിഞ്ഞു പോവാന്ന് പറയണ്ടായിരുന്നു. നിക്കേ, ഈ മണ്ണ് മാറ്റിയിട്ട് ഏത് സാധനം പറയാം. നിൽക്കി കണ്ടോ, അത് പറ്റുമെന്ന് തോന്നില്ലടാ അതിനകത്തോട്ട്.
ഇല്ലടാ കൊച്ചെ, പറ്റത്തില്ലടാ. അതിനൊക്കെ വലിയ ചാക്കാതെ നീ അതിലോട്ട് വെച്ചേ. ഇത് എന്നതാടി? ആ തുടങ്ങ് രണ്ടും കൂടെ തുടങ്ങ്. ചവിട്ട്. റിസൾട്ട് വരാറായി. രണ്ടിനും വല്ല പേടിയുണ്ടോ? പേടിയുണ്ടോ റിസൾട്ട് വരാ? ഇല്ല അല്ലേ? നിങ്ങൾക്ക് തന്നെ. എടാ വേറെ മാങ്ങ പറിക്കാതിരിപ്പുണ്ട്. ഇതെടുത്ത് അതിലോട്ട് വെക്ക്, പതിയെ ചെരിക്ക്. പാവം, അവൻ തന്നെ പിടിച്ചോണ്ട് പോകുന്നു കേട്ടോ. അച്ചു ഇനി വന്നേ. കെട്ടി വെക്ക്, മുടി കെട്ടി വെക്ക്. ഇത് ഇച്ചിരി അങ്ങോട്ട് നീക്കി വെച്ചേ. മാവിന്റെ പൂവാ, അതിന്റെ ഇടയ്ക്ക് പോയി കയറി കാണും. ആണ്. അയ്യോ, കെട്ടി വെക്ക് മുടിയെ. അത് ഇങ്ങോട്ടും തിരിച്ചു വെച്ചാടാ. ഒരു ഭംഗി വെക്കടാ എന്നേലും വെക്കുമ്പോ. ഇച്ചിരിയും കൂടെ ഇനിയുണ്ട്. ബാ അങ്ങോട്ട് ഒതുക്കി വെക്കടാ. അല്ലേ വേണ്ട, തെങ്ങിൻ്റെ എടുത്തിട്ടങ്ങ് ചേർത്ത് വെച്ചാൽ തെങ്ങിലോട്ട് വെച്ച് കിട്ടി. ഇനി ഇവിടെ ഒരു പരിപാടി ഇല്ലല്ലോ. അമ്മയുടെ തക്കുടുവാ, കുഞ്ഞ് 2 ചെടിച്ചട്ടിയുള്ളൂ. എടുത്ത് അതുകൊണ്ട് ആ ചെടിയുടെ അപ്പുറത്തോട്ട് വെക്കണം. ഈ ചെടിച്ചട്ടി ഇത് ഇല്ലേ, അതെടുത്ത് ആ ഇരുന്നിടത്തോട്ട് വെച്ചേരും. ഇത്രയും പരിപാടിയുള്ളൂ. എനിക്കിപ്പോല്ലേ ഒരു കാര്യങ്ങളുണ്ട്. ഇതിൽ എന്ത് ശംഖുപുഷ്പം ഉണ്ടെന്നറിയാവോ? ഒറ്റ പൂ പോലും പറിച്ചെടുക്കരുതേ. എടുക്കണോന്നാ പറഞ്ഞ, എടുക്കരുതെന്ന് ഞാൻ കളിയാക്കി പറഞ്ഞതാ. ഗപ്പി എടുക്കുന്നുണ്ട്, അതിനകത്ത് ഒട്ടും ഇല്ലടി തീറ്റ. രാവിലെ ചെറുതായിട്ടൊന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അത്രയും പരിപാടി അവിടെ ചെയ്തത്. ഇറങ്ങുമ്പോൾ ഒന്ന് ചെയ്തെങ്കിൽ ചെയ്ത്, അല്ലെ പിന്നത്തേക്കെന്ന് പറഞ്ഞു വെച്ചാൽ അത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ വളം ഉണ്ടാക്കുന്നതിൻ്റെ സംഭവമാണിത്. അപ്പം നമ്മുടെ പുതിയ അരകല്ലിലിട്ടൊന്ന് അരച്ച്, അരകല്ല് എന്നാലും ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇലയൊക്കെ അങ്ങ് അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ അരയ്ക്കുന്ന ഇല നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. വേണ്ട, ഇതാണ് സംഭവം. കൊന്നയിലയെന്ന് പറയും. ഈ ചവറൊക്കെ വെക്കത്തില്ല, നമ്മൾ ചപ്പൊക്കെ വെക്കത്തില്ല ഓരോ പച്ചക്കറിക്കൊക്കെ, ആ സാധനമാണ് ഇത് കേട്ടോ. കൊന്നച്ചവറെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇലയാണ്. അതിൻ്റെ ഇല എടുത്തതിന് ശേഷം അതിങ്ങനെ ഞാനിപ്പോൾ കല്ലയിട്ടങ്ങ് അരയ്ക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ മിക്സി ഉണ്ടെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുത്താൽ മതി. കാര്യം എന്ന് വെച്ചാൽ അരകല്ലിൽ അരക്കണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഇതിനൊക്കെ നല്ല ഡിസ്റ്റോട് അരഞ്ഞ് കിട്ടി, അത്രയും നല്ലതാണ്. ഞാൻ ചുമ്മാ കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചതച്ച് എല്ലാം ഒന്ന് എടുത്തതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം പിറ്റേ ദിവസം എടുക്കണം കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ അരച്ചത്, ഇങ്ങനെ ഈ മിക്സിയിൽ അരച്ചാൽ അതിനകത്ത് അരച്ചതോ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലാതെ കല്ലിൽ ചതച്ചെടുക്കുന്നതോ ആയിട്ടുള്ള ഇലകൾ അതിനകത്തോട്ട് ചതച്ച് ആ കഞ്ഞിവെള്ളത്തിലേക്കാണ് നമ്മൾ ചേർക്കേണ്ടത്. അതിപ്പോൾ എന്തോരം കഞ്ഞിവെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ചോറ് ഊറ്റിയ കഞ്ഞിവെള്ളം പഴകിയ കഞ്ഞിവെള്ളം ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം 2 ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ടാണ് ഞാൻ ഈ ഇലയിട്ട് കൊടുത്തേക്കുന്നത്. ഇലയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ നമ്മൾ ഞാനിപ്പോൾ ഇച്ചിരി കൂടുതൽ ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എന്തോരം ഇല ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ, കുറഞ്ഞു പോകരുത്. ഇച്ചിരി നല്ലതായിട്ട് ഇല എടുക്കണം. ഇല എടുത്തിട്ട് അതിനകത്തേക്ക് ചതച്ചോ അല്ലെങ്കിൽ അരച്ചോ ചേർക്കുക. എന്നിട്ട് ഇതിപ്പം പിറ്റേ ദിവസം 2 ദിവസം ഞാൻ വെച്ച് കേട്ടോ. 2 നൈറ്റ് വെച്ച്, എന്നിട്ട് ഇത് രാവിലെ എടുത്താണ്. ഇത് കണ്ടോ, ഇലയെല്ലാം നല്ലപോലെ ഇതിനകത്തിട്ട് കിടന്ന് സെറ്റായിട്ടുണ്ട്. ഇത് അരച്ച് ചേർത്താലും നല്ലതാണ് കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ ഇങ്ങനെ ചതച്ചാൽ ആ അരകല്ലൊന്ന് സെറ്റാക്കാൻ വേണ്ടിയാണ് അതേ വെച്ച് ചരച്ചത്. ഇനി ഇതിനകത്തേക്ക് നല്ലപോലെ വെള്ളം ചേർക്കണം. വെള്ളം ചേർത്തേച്ച് വേണം പച്ചക്കറിക്കൊക്കെ ഒഴിക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ കുറേ വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ. ഒഴിച്ചേച്ച് വീണ്ടും ശരിക്കും കുറച്ചും കൂടെ വെള്ളം, നല്ലപോലെ വെള്ളം ഒഴിച്ച് ചെറിയും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. ഇതിലൊരു ചെറിയ, അത് ഈ ഗോമൂത്രത്തിൻ്റെ കൂടെ ഒരു ചെറിയ സ്മെല്ല് വരും കേട്ടോ. അല്ലാതെ ഭയങ്കര ഒരു നാറ്റം അങ്ങനെയൊന്നുമില്ല. ഒത്തിരി ദിവസം വെക്കല്ലേ കേട്ടോ, ഞാനിത് 2 ദിവസമേ വെച്ചുള്ളൂ. കൊന്നച്ചവറ് തന്നെ ഇടണം, അല്ലാതെ വേറൊന്നും ഇതിനകത്ത് ചേർത്തേച്ച് കൊന്നച്ചവറിന് പകരമാവുമോ എന്ന് ചോദിക്കരുത്. കൊന്നച്ചവറ് തന്നെയാണ് ഇതിന് വേണ്ടത്. ഇനി ഇതെന്നിട്ട് ഇങ്ങനെ ഇതിനെല്ലാം ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇതിപ്പോൾ ഞാൻ രാവിലെ ഒഴിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഉച്ച കഴിയുമ്പോൾ ഭയങ്കര മഴയാണ്. മഴ അങ്ങോട്ടായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതിനൊന്നും അങ്ങോട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റത്തില്ല. ഒഴിച്ച് അന്നേരം തന്നെ അങ്ങ് ഇതായിപ്പോവും. അതേസമയം നമ്മൾ നേരത്തെ ഒഴിക്കുവാണെങ്കിൽ ചീരയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനി ഞാൻ എല്ലാത്തിനും ഒന്ന് ഒഴിക്കട്ടെ.
ഈ കഞ്ഞിവെള്ളമാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഒരു ദിവസം കൊണ്ട് മാത്രം വെച്ചാണെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ 2 ദിവസം വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഒരു ദിവസം കൊണ്ട് മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാം. അപ്പോൾ എൻ്റെ ഈ മൊസാണ്ട കണ്ടേ, ഈ മൊസാണ്ട മൊത്തം പോയതായിരുന്നു കേട്ടോ. ഇതിലെ ഇലയും എല്ലാം പോയി, മൊത്തം അങ്ങ് പന്നലായി പോയി, ഉണങ്ങിപ്പോയ പോലെ ആയിപ്പോയി. എന്നെ പറ്റിയത് എനിക്കത്, ഇതിൽ ഉറുമ്പൊക്കെ കയറി അങ്ങനെ എന്നതൊക്കെയോ സംഭവിച്ചായിരുന്നേ. അപ്പോൾ ഞാൻ അതിനിതാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുപോലെ ഈ ചെടിയാണെങ്കിലും ഉണ്ടല്ലോ, ഇത് ഉണങ്ങിപ്പോയതായിരുന്നു കേട്ടോ. ഉണങ്ങിപ്പോയെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കാതെ ഈ ചെടി അങ്ങ് ഉണങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഈ ചെടിയും പോയെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ ചെടിക്ക് ഞാൻ ഇത് തന്നെയാണ് ഒഴിച്ചത്. ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ലപോലെ ഇലയ്ക്കൊക്കെ ഇലയെല്ലാം മുളച്ച് ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല റിസൾട്ടാണ് കിട്ടുന്ന ഈ ഒരു വളം. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കണേ. അപ്പം ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിച്ച് വന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാം അരിഞ്ഞ് വെച്ചിട്ടായിരുന്നു ഞാൻ പോയത്. വഴുതനങ്ങ മെഴുക്ക് പറ്റിക്കുള്ളത് അരിഞ്ഞ് വെച്ചു. പിന്നെ നമ്മുടെ ചില ചക്ക വേവിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്ക വേവിക്കാനായിട്ടുള്ളതെല്ലാം അത് വെന്ത് കുക്കറി വെച്ച്, പിന്നെ നമുക്ക് ഇച്ചിരി തോരൻ വെക്കാനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടാണ് പോയേക്കുന്നത്. പിന്നെ ഇനി ഒരു മാങ്ങാക്കറി വെക്കണം. പിന്നെ മീനും എടുക്കണം. മീൻ വെള്ളത്തിലെടുത്തിട്ടേക്കുന്നത്, ഫ്രീസറിൽ വെച്ചേക്കുന്നത് വെള്ളത്തിലെടുത്തിട്ട് വെച്ചു. അപ്പോൾ ഇനി സ്പീഡിൽ ജോലി ചെയ്താലേ പെട്ടെന്ന് തീരുള്ളൂ. ഇച്ചിരി സ്പീഡായിട്ട് വേണം. കുറച്ച് പരിപാടി ഇങ്ങനെ മുറ്റത്തെ പരിപാടിക്ക് ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ അടുക്കളയിലെ പരിപാടി താമസിക്കും. ഞാൻ സാധാരണ അടുക്കള എനിക്കൊരു പണി ഇല്ലെങ്കിലും ഞാൻ മുറ്റത്തോട്ട് കൂടുതൽ ഇറങ്ങാറുള്ളൂ. പക്ഷേ ഇന്ന് ഇച്ചിരി ചെറുതായിട്ടൊന്ന് ഇറങ്ങിയതാണ്, പക്ഷെ അത് വലുതായിട്ടൊക്കെ ആയിപ്പോയി. അപ്പം ഞാൻ വേഗം കറികളെല്ലാം ഒന്ന് വെക്കട്ടെ. വളരെ പെട്ടെന്ന് നമ്മുടെ കറികളൊക്കെ റെഡിയായി കേട്ടോ. മെഴുക്ക് പുരട്ടി റെഡിയായി, വഴുതനങ്ങ മെഴുക്ക് പുരട്ടി. പിന്നെ നമ്മുടെ മീൻ കറി, ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ മീൻകറി സെറ്റായി. പിന്നെ മീൻ വറക്കാനുള്ളത്, പിന്നെ തോരൻ. പിന്നെ ഇത് എന്നാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ മാങ്ങാക്കറി വെച്ചില്ലായിരുന്നോ, അപ്പോൾ അത് പിന്നെയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും കൂടെ കുറച്ചും കൂടെ മാങ്ങാക്കറി വെച്ചാൽ കുറേ കൂടുതൽ മാങ്ങായിട്ട്, നല്ല നാട്ടുമാങ്ങയാണ് കേട്ടോ, നല്ല നാട്ടുമാങ്ങ. അപ്പോൾ അത് കറി വെച്ചു. പിന്നെ ചക്ക വേവിച്ചതുകൊണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള എല്ലാ പരിപാടിയും തീർന്നിട്ടോ. ഇനി ഇവിടെ ഒന്ന് ക്ലീനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. ഇനി ഞങ്ങൾ വല്ലതും ഞം വെക്കട്ടെ. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സപ്പോർട്ടിനായിട്ട് ചെയ്യേണ്ട കാര്യം അറിയാലോ. സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.